Welcome back. The first topic in module 3 of our microcontroller is programming timers 0, 1 and 2. So in this session, we will have discussion on basics of this timers in Atmega 32. So in the AVR family, there are 1 to 6 timers depending upon the family name. That is, we know there are different microcontroller families like Atmega, Attiny, Classic, etc. So among these family members, the number of timers available are different. So these timers are referred as timer 0, 1, 2, 3, 4 and 5. So the number of timers varies from 1 to 6. Okay. And these timers can be used to generate time delay or to count events happening outside the microcontroller. അതായത് ഈ ടൈമർ എന്ന് പറഞ്ഞാൽ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാനും അതേപോലെ ഈ മൈക്രോ കൺട്രോളറിന്റെ പുറത്ത് സംഭവിക്കുന്ന ഇവന്റ്സ് കൗണ്ട് ചെയ്യാനും യൂസ് ചെയ്യും. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൈമർ ആൻഡ് ഓൾസോ ആസ് എ കൗണ്ടർ. So let's have discussion on timers in Atmega 32. In Atmega 32, there are 3 timers. Timer 0, timer 1 and timer 2. In this, timer 0 and timer 2 are 8-bit and timer 1 is 16-bit timer. Okay. So every timer needs a clock pulse to tick. The clock source can be internal or external. And if we use internal clock source, then it is known as timer. And if the clock source is external, then it is known as a counter. Okay. മനസ്സിലായോ? അതായത് നമ്മൾ ഇന്റേണൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ആണ് ഈ ടൈമറിലേക്ക് കൊടുത്തതെങ്കിൽ അവർ ക്ലോക്ക് സോഴ്സ് ഈസ് ഇന്റേണൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ടൈമർ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ടൈം ഡിലേ. ഓക്കെ, ലൈക്ക് ദാറ്റ് എക്സ്റ്റേണൽ സോഴ്സ് ഓൾസോ ക്യാൻ ബി ഫെഡ് ആസ് എ ക്ലോക്ക് സോഴ്സ്. അതായത് നമ്മുടെ മൈക്രോ കൺട്രോളറിന്റെ ഒരു പിന്നിലേക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ ഇതിൽ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്ത് പോവാം. ആ ഒരു കേസിൽ അതായത് എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് കൗണ്ടർ. ഓക്കെ, then basic registers and flags of timers. Okay, so the basic registers in timers are TCNTN, TCCRN, OCRN, TIFR. TCNTN means timer counter register. Okay, TCNT timer counter register, TCCR timer counter control register, OCR means output control register, and TIFR means timer counter interrupt flag register. Okay, ഇതിലെല്ലാം നിങ്ങളൊരു N കാണുന്നുണ്ട്. N means the timer, that is ടൈമർ 0 ആണെങ്കിൽ TCNT 0, ടൈമർ 1 ആണെങ്കിൽ TCNT 1, ടൈമർ 2 ആണെങ്കിൽ TCNT 2. അങ്ങനെയാണ് ആ N വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടൈമറിലെ രജിസ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓരോ ടൈമറിലും ഇതെങ്ങനെ വേരി ചെയ്യുന്നു എന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതിനെ ലിസ്റ്റ് ചെയ്യാൻ ഓരോന്നും എന്താണെന്നുള്ളത് നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് 2 ഫ്ലാഗ് ആണ് TOVN ആൻഡ് OCF. TOVN means timer overflow flag. OCF means output compare flag. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പേര് ഓർത്ത് വെക്കണം, രജിസ്റ്റേഴ്സും ഫ്ലാഗ്സും. TCNTN നമ്മൾ പറഞ്ഞു ടൈമർ കൗണ്ടർ രജിസ്റ്റർ. In AVR, for each of the timers there is a TCNTN registers. അതായത് TCNT 0, TCNT 1 and TCNT 2.
The TCNTN register is a counter actually. That is, ഓരോ ഇവന്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ ഓരോ ക്ലോക്ക് ഇതിനനുസരിച്ച് ക്ലോക്കിന്റെ ടിക്കിനനുസരിച്ചും TCNTN വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് പോകും. Okay. Upon reset, the TCNTN will contain 0. അതായത് ഫസ്റ്റ് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ടൈമർ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് TCNTന്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ നമ്മളുടെ ക്ലോക്ക് സോഴ്സിനനുസരിച്ച് ക്ലോക്കിന്റെ ഓരോ ടിക്കിനനുസരിച്ചും ഇത് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ. It counts up with each pulse. You can load a value into the TCNTN register or read its value. അതായത് നമ്മൾ ഓരോ ക്ലോക്ക് സോഴ്സിലെ ഓരോ പൾസിനനുസരിച്ചും ഇത് ഇൻക്രിമെന്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അതേപോലെ നമുക്ക് TCNTയിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുകയും ചെയ്യാം, ഇതിന്റെ ഇപ്പോഴത്തെ വാല്യൂ റീഡ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ഫ്ലാഗ് TOVN, ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ്. ഇറ്റ് ഈസ് എ ഫ്ലാഗ്. അതായത് എന്തോ ഒരു കാര്യം സംഭവിച്ചാലാണ് ഈ വാല്യൂ മാറുക. അപ്പൊ ടൈമർ ഓവർഫ്ലോ മീൻസ് ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യും. വെൻ എ ടൈമർ ഓവർഫ്ലോസ്, അതായത് TCNTന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് അതിന്റെ മാക്സിമം വാല്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ഓവർഫ്ലോ ആവും. ആ സമയത്താണ് TOVN ഫ്ലാഗ് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് TCCRN രജിസ്റ്റർ, ടൈമർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ. ദിസ് രജിസ്റ്റർ ഇസ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അതായത് ടൈമർ ഏത് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു TCCRN രജിസ്റ്ററിലാണ്, ടൈമർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്ററിലാണ്. ഫോർ എക്സാമ്പിൾ, you can specify timer 0 to work as a timer or as a counter by loading proper value into TCCR0. അപ്പോൾ ടൈമർ 0 ഏത് മോഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ഈ TCCR0യിൽ സെറ്റ് ചെയ്യുന്ന വാല്യൂവിനനുസരിച്ചായിരിക്കും. അതേപോലെ ടൈമർ 2 ഏത് മോഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് TCCR2ൽ ലോഡ് ചെയ്യുന്ന വാല്യൂവിനനുസരിച്ചായിരിക്കും. നെക്സ്റ്റ് OCRN and OCFN. Okay, OCR means output compare register. Each timer has an OCRN register. അതായത് OCR0, OCR1 and OCR2. When the content of the OCRN is compared with the content of the TCNTN, okay, and if they found equal, അതായത് നമ്മൾ TCNTN ഓരോ പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യല്ലോ ഓരോ പൾസിനനുസരിച്ചും, OCRN ഒരു ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഈ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്ത് ഈ എപ്പോഴും ഇത് കമ്പയർ ചെയ്യും OCRനും TCNTനും. അപ്പൊ ഇത് ഈക്വൽ ആവുന്ന സമയത്ത് OCFN flag will be set. Okay, when they are equal, the OCFN, that is output compare flag, will be set. അപ്പോൾ OCFN means ടൈമർ 0 ആവുന്ന സമയത്ത് OCF0 ആയിരിക്കും. അതേപോലെ OCR0, TCN 0. ഓക്കെ, അപ്പൊ എപ്പോഴും ആ ടൈമറിന്റെ വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് രജിസ്റ്റർ TIFR, ടൈമർ കൗണ്ടർ ഇന്ററപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ. This register contain flags of different timers. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ TOVNും OCF ഒക്കെ ഈ ഒരു രജിസ്റ്ററിലാണ്, ടൈമർ ഇന്ററപ്റ്റ് ഫ്ലാഗ് രജിസ്റ്ററിലുള്ള ഓരോ ഫ്ലാഗുകളാണ്. അതേപോലെ ടൈമർ 1-നനുസരിച്ചും ടൈമർ 2-നനുസരിച്ചും അതിൽ ഫ്ലാഗിന്റെ ബിറ്റ് മാറും ഈ രജിസ്റ്ററിൽ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം നോക്കാം. ബേസിക് രജിസ്റ്റേഴ്സ് ഓഫ് ടൈമേഴ്സ്. ഫസ്റ്റ് ടൈമർ 0 ആവുന്ന സമയത്ത് TOV0, ഓക്കെ, ആ ഫ്ലാഗ്, TCNT0, OCR0. അപ്പൊ അത് രണ്ടും കമ്പയർ ചെയ്യല്ലോ. കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആവുന്ന സമയത്താണ് നമ്മൾ OCF എന്നുള്ള ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടൈമർ 0ന്റെ ബേസിക് രജിസ്റ്റേഴ്സിന്റെ ഡയഗ്രാം. നെക്സ്റ്റ് ടൈമർ 1. ടൈമർ 1ല് നമ്മൾ പറഞ്ഞു 16 ബിറ്റ് ആണ്. അപ്പൊ 16 ബിറ്റ് ആവുമ്പോൾ രണ്ട് TCCR1Bയും 1Aയും, അതേപോലെ OCR1A, OCR1B, OCF1A, OCF1B. കാരണം 16 ബിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ മൈക്രോ കൺട്രോളറിലെല്ലാം 8 ബിറ്റ് ആണ്. അപ്പോൾ അതിന്റെ രണ്ട് ലോ ബൈറ്റും ഹൈ ബൈറ്റും സെപ്പറേറ്റ് ആയിട്ട്. ടൈമർ 2 ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ടൈമർ 0. ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 0 ഉള്ളിടത്തൊക്കെ നമ്മൾ 2 ആയിരിക്കും, ടൈമർ 2. Timer registers and IO memory. The timer registers are located in the IO register memory. Therefore, you can read or write from timer registers using in and out instruction. അതായത് IO രജിസ്റ്റർ മെമ്മറിയിലാണ് ഈ ടൈമർ രജിസ്റ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച ഇൻ ഔട്ട് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് ഈ രജിസ്റ്റേഴ്സിൽ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, സപ്പോസ് നമ്മൾ TCNT0ന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യണമെന്ന് കരുത്.
25 എന്നുള്ള ഒരു വാല്യൂ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ വാല്യൂ R20യിലേക്ക് ലോഡ് ചെയ്യുന്നു, എന്നിട്ട് TCNT0യിലേക്ക് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫൈനലി ഈ രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും TCNT0യിലുള്ള വാല്യൂ വിൽ ബി 25. അതേപോലെ ഈ TCNTയിലുള്ള വാല്യൂ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വി ക്യാൻ യൂസ് ദ കമാൻഡ് ഇൻ രജിസ്റ്റർ ദെൻ TCNT. ഓക്കെ, ഇവിടെ ടൈമർ 2ന്റെ രജിസ്റ്റർ ആണ്, സോ TCNT2. അപ്പോൾ TCNT2യിലുള്ള വാല്യൂ R19 അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് എന്താണ് ടൈമേഴ്സ്, എന്താണ് കൗണ്ടർ, വാട്ട് ആർ ദ ബേസിക് രജിസ്റ്റേഴ്സ് ആൻഡ് ഫ്ലാഗ്സ് അസോസിയേറ്റ് വിത്ത് ഡിഫറെൻറ്റ് ടൈമേഴ്സ്, PETMEGA 32ലുള്ള 3 ടൈമേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ അത്രയും ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ടൈമർ 0 പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു.